ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലിന്റെ വേൾഡ് കപ്പിലെ ആദ്യ മത്സരം അത് വരുന്ന ഞായറാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം 3:30 നടക്കുക. എതിരാളികൾ മൊറോക്കോയാണ്. ആ മത്സരത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് ബ്രസീൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴിതാ ഇതിന്റെ ആദ്യത്തെ പോസിബിൾ ലൈനപ്പ് പുറത്തേക്ക് വന്നിട്ടുണ്ട്. ESPN ബ്രസീലാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ആദ്യത്തെ പോസിബിൾ ലൈനപ്പാണ്. ഇനിയും ഒരുപാട് ട്രെയിനിങ് സെഷനുകൾ ബാക്കി കിടക്കുന്നുണ്ട്. ഈ ലൈനപ്പിൽ ചിലപ്പോൾ മാറ്റങ്ങൾ സംഭവിച്ചേക്കാം. ഏതായാലും ഇപ്പോഴത്തെ ലൈനപ്പ് നമ്മൾ പരിശോധിക്കുകയാണ്. റൈറ്റ് ബാക്ക് പൊസിഷനിൽ ഡാനിലോ സ്റ്റാർട്ട് ചെയ്യാനാണ് സാധ്യത. അതായത് ഇബാനസിനേക്കാൾ കൂടുതൽ ഇപ്പോൾ ആഞ്ചലോട്ടി മുൻഗണന നൽകുന്നത് സീനിയർ താരമായ ഡാനിലോക്കാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇനി ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ അലക്സാൻഡ്രോക്കാണ് ഇപ്പോൾ മുൻഗണന. അതായത് ഡഗ്ലസ് സാന്റോസ് നന്നായിട്ട് ഇംപ്രസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അലസാൻഡ്രോയെ കളിപ്പിക്കാനാണ് ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടിയുടെ ഒരു തീരുമാനം എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ മധ്യനിരയിൽ ലുക്കാസ് പക്കേറ്റ ഉണ്ടാകും എന്ന കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മുന്നേറ്റ നിരയിൽ ഒരു ചെറിയ സംശയം നിലനിൽക്കുന്നുണ്ട്. മാത്യൂസ് കുഞ്ഞയെ കളിപ്പിക്കണോ, ഇഗോർ തിയാഗോയെ കളിപ്പിക്കണോ എന്ന കാര്യത്തിലാണ് ചില സംശയങ്ങൾ ഉള്ളത്. ഇപ്പോൾ മാത്യൂസ് കുഞ്ഞക്കാണ് മുൻഗണന എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എൻട്രിക്കിന് സ്റ്റാർട്ടിംഗ് 11-ൽ ഇടം ലഭിക്കാനുള്ള സാധ്യത കുറവാണ് എന്നുകൂടി അറിയാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും ESPN ബ്രസീൽ നൽകുന്ന ഒരു പോസിബിൾ ലൈനപ്പ് ഇങ്ങനെയാണ്. ഗോൾ കീപ്പർ ആയിക്കൊണ്ട് ആലിസൺ ബക്കർ ആയിരിക്കും. ഇനി പ്രതിരോധ നിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ സെന്റർ ബാക്കുമാരായിക്കൊണ്ട് മാർക്കീഞ്ഞോസും ഗബ്രിയേൽ മഗല്ലസും ഉണ്ടാകും. അതുപോലെ തന്നെ വിങ് ബാക്കുമാരായിക്കൊണ്ട് ഡാനിലോ, അലക്സാൻഡ്രോ എന്നിവരായിരിക്കും ഉണ്ടാവുക. മധ്യനിരയിൽ കാസമിറോ, ബ്രൂണോ ഗൊയ്മറസ്, ലുക്കാസ് പക്കേറ്റ എന്നിവർ ഉണ്ടാകും. മുന്നേറ്റ നിരയിൽ റാഫീഞ്ഞ, വിനീഷ്യസ് ജൂനിയർ, മാത്യൂസ് കുഞ്ഞ എന്നിവരായിരിക്കും ഉണ്ടാവുക. ഇതാണ് ബ്രസീലിന്റെ ഒരു പോസിബിൾ ലൈനപ്പ്. പ്രഡിക്റ്റബിൾ ആയ ഒരു ലൈനപ്പ് തന്നെയാണ് കാർലോ ആഞ്ചലോട്ടി ഇറക്കുക. ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ ഈ സാധ്യതാ ലൈനപ്പിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് ആരാധകർക്ക് അറിയേണ്ട കാര്യം. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.